അപ്പോൾ വൃക്ഷങ്ങളിൽ വെച്ച് അശ്വത്ഥ വൃക്ഷമാണ് ഞാൻ, അതിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ ദിവ്യത്വവും എങ്ങനെയാണ് അതൊരു അനുഷ്ഠാന കേന്ദ്രമാക്കി നമ്മൾ തീർത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇനി കൃഷ്ണൻ പറയണത് ദേവർഷീണാം ച നാരദ, ദേവർഷിമാരിൽ വെച്ച് നാരദനാണ് ഞാൻ. ആ നാരദൻ്റെ കാര്യം ഇതിനു മുമ്പ് ഞാൻ പറയുണ്ടായി. ഈ മഹർഷിമാർ ദേവർഷിമാർ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ദേവർഷികൾ ധർമ്മൻ, പുലസ്ത്യൻ, ക്രതു, പുലഹൻ, പ്രത്യൂഷൻ, കശ്യപൻ, ഇവരുടെ എല്ലാവരുടെയും പുത്രന്മാരാണ് ദേവർഷിമാർ. ആരൊക്കെ? ധർമ്മൻ, പുലസ്ത്യൻ, ക്രതു, പുലഹൻ, പ്രത്യൂഷൻ, കശ്യപൻ. ഇതിൽ ധർമ്മൻ്റെ പുത്രന്മാരാണ് നരനാരായണ ഋഷിമാർ, ക്രതുവിൻ്റെ വാലഖില്യന്മാർ, പുലഹൻ്റെ പുത്രനാണ് കർദമൻ, പുലസ്ത്യൻ്റെ കുബേരൻ, പ്രത്യൂഷൻ്റെ ദളൻ, കശ്യപൻ്റെ നാരദനും പർവ്വതനും. അപ്പം ഞാൻ ഇതൊക്കെ വായിക്കുമ്പോഴും നോക്കുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നത് നിങ്ങളോടൊന്ന് പറയാം. നമ്മളുടെ ഈ സാഹിത്യം എത്ര കണ്ട് വിപുലവും സുന്ദരവും അവഗാഹമുള്ളതുമാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. അവരുടെ ചിന്താഗതി വെറും പ്രത്യക്ഷമായി ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലും മാത്രം നിർത്താതെ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചു നോക്കി അതിലൊരു വംശവും ഒരു പാരമ്പര്യവും ഒക്കെ ഉണ്ടാക്കി തീർത്ത് മനുഷ്യരുടെ ഇടയിൽ എഴുതി വെച്ച് അവരിൽ പ്രചരിപ്പിച്ച് അത് അനുഷ്ഠാനത്തിന് വിധേയമാക്കി തീർത്ത ഒരു സംസ്കാര പ്രഭാവത്തെക്കുറിച്ച് എന്തു പറയണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും നമ്മൾ നോവലായിട്ട് വായിക്കുക, ഹിസ്റ്ററി ആയിട്ട് വായിക്കുക എന്നുള്ളതൊന്ന്, അതിനെ ജനങ്ങളിൽ പ്രചരിപ്പിച്ച് അനുഷ്ഠാന വിധേയമാക്കുക എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. നമ്മൾ കർക്കിടക മാസം വന്നാൽ രാമായണം വായിക്കാൻ തുടങ്ങുകയായി, ഭഗവത്ഗീതയുടെ ജയന്തി ആഘോഷിക്കുന്നു, ശ്രീരാമൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. വാൽമീകി ത്രേതായുഗത്തിൽ എഴുതിയതാണ് രാമായണം. ആ രാമായണത്തിൽ നിന്നാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു, രാമചന്ദ്രൻ ഒരു രാജകുമാരനും രാജാവുമായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ യോഗ്യതയും അനുകരണീയതയും കണക്കിലെടുത്തുകൊണ്ട് ഒരു ആരാധനാ പാത്രമാക്കി തീർത്തു അദ്ദേഹത്തെ. അതിൽ ആരാധന കൂടി അനുസരണം കുറഞ്ഞു എന്നുള്ളത് ഇരിക്കട്ടെ, അതൊരു ദൂഷ്യം. പക്ഷേ എന്നാലും ചരിത്രത്തെ കവച്ചു വയ്ക്കുന്ന ഒരു വസ്തുതയായി തീർന്നിരിക്കുകയാണ് ശ്രീരാമനവമി ആഘോഷവും കാര്യങ്ങളും എല്ലാമായി. അതിന് ആധാരമായി നിൽക്കുന്നത് വെറും ചൊല്ലല്ല, എഴുതി വച്ചിട്ടുള്ള സാഹിത്യം, ലിഖിത സാഹിത്യമാണത്. അതാണ് നമ്മുടെ വിശേഷത. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ വായിക്കുന്ന പേരുകളൊക്കെ നോക്കൂ. ധർമ്മൻ, പുലസ്ത്യൻ, ക്രതു, പുലഹൻ, പ്രത്യൂഷൻ, കശ്യപൻ, നരനാരായണന്മാർ, വാലഖില്യന്മാർ, കർദമൻ, കുബേരൻ, ദളൻ, നാരദൻ, പർവ്വതൻ, ഇവരൊക്കെ നമ്മൾ അറിയുന്നതും പറയുന്നതുമായ പേരുകളാണ്. ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഒരു സംസ്കാര രൂപത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ മഹർഷിമാരെന്ന് പറയുന്നുണ്ടല്ലോ, സംസ്കൃതത്തിലെ എല്ലാ വാക്കുകൾക്കും പ്രത്യേകമായിട്ടുള്ള അർത്ഥവും ഡിറൈവേഷൻസും ഉണ്ട്. ഋഷന്തി ദേവാൻ യസ്മാത് തേ തസ്മാത് ദേവർഷയ സ്മൃതാഹ. എന്തെങ്കിലും വിഷമം വരുമ്പോഴോ മാർഗദർശനം വേണമെന്ന് തോന്നുമ്പോഴോ നാം എടുത്തു വായിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഈ മഹർഷിമാർ. മഹർഷിമാരെന്ന് പറയുമ്പോൾ പക്ഷഭേദമില്ലാതെ എന്ത് കാര്യത്തിനെക്കുറിച്ചും അഭിപ്രായം രൂപീകരിച്ച് പറയുന്നവർ. അതിലൊരു വിശേഷം അവർക്കുണ്ട്. ഇപ്പോൾ ഒരു അച്ഛൻ സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒരച്ഛനാണ്, എനിക്കൊരു മകനുണ്ട് എന്ന് വിചാരിച്ച് ആ പക്ഷം പിടിച്ചേ സംസാരിക്കുള്ളൂ. അവരങ്ങനെ പക്ഷം പിടിക്കില്ല. പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായി നിർഗുണ രൂപത്തിൽ സംസാരിക്കാൻ അവർക്ക് സാധിക്കും. അതാണ് അവർ ജഗദ്ഗുരു, മഹർഷി എന്നൊക്കെ പറയണത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വരുമ്പോഴും സംശയത്തിന് നാം തേടുന്നത് ഋഷിമാരുടെ വാക്യങ്ങളെയാണ്. മഹാഭാരതത്തിൻ്റെ പൂർവ്വപീഠിക പറയുണ്ടായി എന്ത്, ദ്രൗപദിയുടെ വിവാഹം കഴിഞ്ഞു. ദ്രൗപദി വിവാഹം കഴിഞ്ഞപ്പോൾ എങ്ങനെയാ, ഒരു വീര്യശുൽക്കയാണെന്ന് പ്രഖ്യാപിച്ച് അവസാനം അർജുനനാണ് ലക്ഷ്യം ഭേദിച്ച് ദ്രൗപദിയെ നേടിക്കൊണ്ടുവന്നത്. ആ വർത്തമാനം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ 5 ആളും കൂടി പങ്കുവെച്ചോളൂ എന്ന്. അപ്പോൾ ദ്രൗപദിയെ 5 ആളും കൂടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞുവല്ലോ എന്ന്. അപ്പോൾ അമ്മയോടുള്ള ഭക്തി കൊണ്ട് ഈ വർത്തമാനം കേട്ടപ്പോൾ ദ്രുപദ മഹാരാജാവ് എന്ത് പറയുന്നു, ഇതെങ്ങനെയാണ് നടക്കുക?
ഞാൻ ഒരു മകളെ 5 പേർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണോ? എങ്ങനെയാണ് ഈ 5 പേര് കൂടി ഒരാളെ കല്യാണം കഴിക്കുന്നത്? ഇത് സാധ്യമാണോ? ബഹുഭാര്യാത്വം ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ്, പക്ഷേ ബഹുപതിത്വം വിധിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് എന്താണ് പ്രമാണം? ഇതുവരെ പ്രമാണമില്ലല്ലോ, നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്നായി. അപ്പോഴാണ് വേദവ്യാസ മഹർഷി അവിടെ എത്തി ദ്രുപദനെ പ്രത്യേകം കൂട്ടിക്കൊണ്ടുപോയി, ഇതാ ഇന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രമാണങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണത്രേ കല്യാണം ഓരോരുത്തർക്കും മാറി 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 കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ പെട്ടെന്ന് അതങ്ങോട്ട് സ്വീകരിക്കാൻ മനസ്സ് തയ്യാറായില്ല. നേരെ മറിച്ച് പൂർവ്വകാലത്ത് മഹർഷിമാർ ചെയ്തിട്ടുണ്ട്, ഇതാണ് അവരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സത് അംഗീകരിക്കുക. എന്താ, നമ്മൾ ധർമ്മപ്രിയന്മാരാണ്. നമ്മൾക്ക് വല്ലതും ചെയ്യണതല്ല ഇഷ്ടം, നല്ലത് ചെയ്യണതാണ് ഇഷ്ടം. അപ്പോൾ ആ നല്ലത് വിട്ടു പോവാൻ മനസ്സ് സമ്മതിക്കില്ല. അപ്പോൾ സമ്മതിക്കാത്തപ്പോൾ വിശേഷ വിധികൾ എന്തെങ്കിലും വരുമ്പോൾ മഹർഷിമാരുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, അന്വേഷിക്കാറുമുണ്ട്, നമുക്കത് വേണമെന്ന് തോന്നാറുമുണ്ട്. ദേവർഷീണാം ച നാരദ. അപ്പം മഹർഷിമാർ എന്നൊരു സങ്കല്പവും അവരുടെ മൊഴികളുമില്ലാതെ നമ്മുടെ ഹിന്ദു സമാജത്തിന് ഒരു കാലത്തും നിലനിൽക്കാൻ പറ്റില്ല, സാധിക്കില്ല നമുക്ക്. അതുമാത്രമല്ല, ഈ മഹർഷിമാരോടുള്ള കൂറും പ്രതിബദ്ധതയുമെല്ലാം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിന് വിഷമമില്ല. ഇപ്പോൾ ദ്രുപദൻ അതേവരെ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ വേദവ്യാസ മഹർഷി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ശരി സമ്മതിക്കാമെന്ന് പറഞ്ഞ് വിവാഹത്തിന് സമ്മതം മൂളിയല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് കാര്യങ്ങൾ അംഗീകരിപ്പിക്കാൻ ഈ മഹർഷിമാരുടെ ഒരു സാന്നിധ്യവും അവരുടെ മൊഴികളും ആവശ്യമാണ്. നാശകരമല്ലാതെ അത് നിർമ്മാണാത്മകം, ക്രിയാത്മകമാണ്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനി. ഗന്ധർവന്മാരിൽ വെച്ച് ചിത്രരഥനാണ്, സിദ്ധന്മാരിൽ വെച്ചിട്ടോ കപിലൻ എന്ന് പറയുന്ന കപിലമുനിയാണ് ഞാൻ. അപ്പോൾ എല്ലാറ്റിനെയും പറ്റി ഞാൻ പറയുന്നില്ല, ചിലതൊക്കെ പറയാം, നിങ്ങൾക്കത് മനസ്സിലാക്കണം എന്നുണ്ട്. ഈ മഹർഷി കപിലാചാര്യോ കൃതജ്ഞോ മേദിനീപതി എന്ന് പറഞ്ഞ വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്. നോക്കൂ, ആലോചിച്ച് നോക്കൂ. വിഷ്ണു സഹസ്രനാമത്തിൽ ഈ കപിലിനെ കപിലാചാര്യോ കപിലാചാര്യോ മഹർഷി എന്നിങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കപിലൻ എന്ന് പറയുന്ന ഒരാൾക്ക് പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. ആ കപിലൻ്റെ അവതരണമാണ് സാഖ്യം. അമ്മ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ കപിലൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു സാഖ്യം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൽ എന്താ വിശേഷം? ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി എങ്ങനെയാണ്, എവിടുന്നാണ് ഇത് ഉത്പത്തിയായത്? നമ്മളിന്ന് കാണുന്നത് പാഞ്ചഭൗതിക പ്രപഞ്ചമാണ്. ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെയുണ്ടായി? ആരാ അത് നമ്മളോട് പറയുക? ഇന്നിപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഫൈനസ്റ്റ് പാർട്ടിക്കിൾ എന്താണ്, ഗോഡ് വരെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ റിസർച്ച് നടത്തുന്നുണ്ട്. അവർ നടത്തുന്നത് മൈക്രോസ്കോപ്പും കാര്യങ്ങളും എടുത്തിട്ട് ഇങ്ങനെയുള്ളൊരു റിസർച്ചാണ്. നമ്മുടെ മഹർഷിമാരുടെ റിസർച്ചോ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടുള്ള റിസർച്ചാണ്. ഒന്ന് വൈഷയികമാണ്, ബാഹ്യമാണ്, മറ്റത് ആന്തരമാണ്, ആത്മികമാണ്. അപ്പം നമ്മുടെ മനസ്സും ബുദ്ധിയും ബാഹ്യവസ്തുവിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന റിസർച്ച് ബാഹ്യവസ്തുവിൻ്റെ സഹായമില്ലാതെയും നമുക്ക് ഉള്ളിൽ മനസ്സുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത് നമ്മുടെ മനസ്സാണ്. ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത് നമ്മുടെ മനസ്സാണ്. അമ്മയുടെ ഗർഭത്തിലിരുന്നു കൊണ്ട് ഈ അംഗോപാംഗങ്ങൾ മുഴുവൻ രചിക്കുമ്പോൾ പുറമേ നിന്ന് ഒരു ഘടകവും നമ്മളെ സഹായിച്ചിട്ടില്ലല്ലോ. അമ്മയ്ക്ക് പോലും അറിയില്ല. അപ്പോൾ നമ്മുടെ കണ്ണും മൂക്കും നാവും എല്ലാം തന്നെ സൃഷ്ടിച്ചത് നമ്മുടെ ഉള്ളിലാണ്. ആ മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ള ഇന്ദ്രിയങ്ങളോടുകൂടി, മനസ്സ് പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളോടുകൂടി, ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പ്രവൃത്തികൾക്കും യജമാനൻ മനസ്സാണെങ്കിൽ, അധിപൻ മനസ്സാണെങ്കിൽ, ഇന്ദ്രിയങ്ങൾ കണ്ടുപിടിച്ച് വെളിപ്പെടുത്തുന്ന ലോകത്തിനും അധിപൻ മനസ്സാണല്ലോ. അപ്പം ആ മനസ്സിൽ തേടിപ്പിടിച്ച് ചെന്നാൽ ഇവർ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പുമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ അതൊന്നുമില്ലാതെ കണ്ടെത്താനും സാധിക്കും. അത് യുക്തിസഹമാണ്. ഈ രണ്ടിലും വർക്ക് ചെയ്യണത് ഒരു മനസ്സാണ്. ഇപ്പോൾ ടെലിസ്കോപ്പും മൈക്രോസ്കോപ്പും കയ്യിലുണ്ടെങ്കിലും നോക്കിക്കണ്ട് മനസ്സിലാക്കുന്നത് മനസ്സാണ്. അപ്പോൾ ആ മനസ്സിന് ഈ ബാഹ്യവസ്തുക്കളുടെ ആശ്രയമില്ലാതെ സ്വന്തമായിട്ട്
ഒരു സ്വപ്നലോകത്തെപ്പോലും രചിക്കാൻ സാധിക്കുന്ന മനസ്സിന് ഈ പ്രപഞ്ചത്തെ താൻ കണ്ടനുഭവിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി സ്ഥാനം ഉള്ളിൽ തേടി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ കപിലസാഖ്യം പുറത്തു വന്നിരിക്കുന്നത്. ആ കപിലസാഖ്യത്തിൽ പറയുന്നത് എന്താ? പ്രകൃതി എന്ന് പറയുന്നത് 3 ഗുണങ്ങളുടെ സമുച്ചയമാണ്. ആ ഗുണങ്ങളിൽ ബാലൻസിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു സൃഷ്ടിയുമില്ല. ആ ബാലൻസിന്, ആ സമത്വത്തിന് ഒരു വിഘ്നം വരുമ്പോഴാണ് സൃഷ്ടിക്രമം തുടങ്ങുന്നത്. അതെങ്ങനെയാണ്? ഈ 3 ഗുണങ്ങളും അന്യോന്യം പ്രതികരിക്കാനും പ്രതിപ്രതികരണവുമായിട്ട് പുറപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് സ്പന്ദനങ്ങളുണ്ടായി, ചലനങ്ങളുണ്ടായി, ഘനീഭവിക്കലായി, അങ്ങനെ പഞ്ചഭൂതങ്ങളുണ്ടായി, പഞ്ചതന്മാത്രകളുണ്ടായി എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം വരെ അവർ കണ്ടെത്തുക. അത് കഴിഞ്ഞാൽ എങ്ങനെ സൃഷ്ടിച്ചുവോ അതേമാതിരി ലയം, അതിന് വിപരീത ക്രമം എന്നിങ്ങനെ പ്രപഞ്ചത്തിന് മുഴുവനും ഒരു ക്രമം, ആ സൃഷ്ടിക്കൊരു ക്രമം, ലയത്തിനൊരു ക്രമം ആവിഷ്കരിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സാഖ്യം. അത് ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. കപിലസാഖ്യത്തിൽ ഉത്പത്തിക്രമം, ആ ഉത്പത്തിക്രമം ആവിഷ്കരിച്ച ആളാണ് ഈ കപിലൻ തത്വജ്ഞൻ. ഋഷിം പ്രസൂതം കപിലം യസ്തമഗ്രേ ജ്ഞാനൈഹി ബിഭർത്തി, ശ്വേതാശ്വതരോപനിഷത്തിലുമുണ്ട് ഒരു റെഫറൻസ്. അതാണ് ഈ കപിലൻ. സിദ്ധാനാം കപിലോ മുനി. സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ എന്താ? സാധന ചെയ്ത് ഒരു സാധ്യം സിദ്ധമാക്കുന്നവരാണ് സിദ്ധന്മാർ. അവരുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം മുൻപെടുക്കണം. ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടി ഒരു സാധനയ്ക്ക് രൂപം കൊടുത്ത് ആ സാധനയെ അനുവർത്തിച്ച് ആ സാധന സാധ്യത്തെ നിറവേറ്റി തരുമ്പോൾ സിദ്ധിയായി, സിദ്ധന്മാരായി. അങ്ങനെയുള്ള ഒരു സിദ്ധപുരുഷനാണ് ഈ കപിലൻ. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധിമാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധിമാം അമൃതോദ്ഭവം. ഉച്ചൈഃ ശ്രവണം യസ്യാഹ സാ കീർത്തിഃ യസ്യ സ ഉച്ചൈശ്രവാഃ. ഉച്ചൈഃ ശ്രവണം യസ്യാഹ. അറിയില്ല. ഉച്ചൈശ്രവസ് എന്ന് പറയുന്നത് അതിന് വളരെ ഉയർന്ന ശബ്ദം ഗ്രഹിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഐരാവതം ഉച്ചൈശ്രവസ്, അമൃതമഥനത്തിലാണ് ഇത് ഉയർന്നു വന്നത് എന്നൊക്കെയാണ് നമ്മുടെ പുരാണം വിവരണങ്ങളുള്ളത്. വിദ്ധിമാം അമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ജനരാധിപം. ഐരാവതം ഗജേന്ദ്രാണാം, ഗജേന്ദ്രന്മാരിൽ വെച്ച് ഐരാവതം. ആനകളുണ്ടല്ലോ, ഏറ്റവും വലിയ കരജന്തുവാ ഭൂമിയിലുള്ളത്. അതൊരു ശ്രേഷ്ഠ ജന്തുവാ. അതിന് നല്ല ബുദ്ധി ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിയുണ്ട് അത്ര ആനയ്ക്ക്. അതിൻ്റെ മഹിമ അതിന് തന്നെ അറിയില്ല. കണ്ണ് വളരെ ചെറുതാന്നൊക്കെ പറയും. അതിൽ വെച്ച് ഐരാവതം, ദേവേന്ദ്രൻ്റെ ആനയാണ് ഞാൻ. നരാണാം ച നരാധിപം, നരന്മാരിൽ വെച്ച് നരാധിപൻ. നരാധിപൻ ആരാ? രാജാവും ചക്രവർത്തിയും. അതാണ് ഞാൻ. ആ രാജാവ് ചക്രവർത്തി എന്ന് പറയുമ്പോൾ ആ രാജാവിനൊരു ശ്രേഷ്ഠത കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ. എന്താണ് രാജാവിനുള്ള ശ്രേഷ്ഠത? എന്തും ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്, എന്തും അനുഭവിക്കാനുള്ള യോഗ്യതയും അദ്ദേഹത്തിനുണ്ട്. എന്ത് പ്രവൃത്തി എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാം. രാജാവിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ചുമതലയും കൂടുതലാണ്. തെറ്റായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ രാജാവ് അതിൻ്റെ പശ്ചാത്താപത്തിൽ തന്നെ നീറിപ്പോവും. താൻ ചെയ്ത പ്രവൃത്തിയിൽ പരിതപിച്ച് സന്യസിച്ചവരും ശരീരം വിട്ടവരും ഇവിടെ രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അധികാരം അങ്ങേയറ്റം, മറുഭാഗത്തോ ജീവിതാനുഭവത്തിനുള്ള സ്വാതന്ത്ര്യം. അവർക്ക് എത്ര വേണമെങ്കിൽ സുഖസൗകര്യങ്ങളാകാം, എന്തൊക്കെ വേണമെങ്കിലാവാം. അങ്ങനെയൊക്കെയാണല്ലോ വലിയ വലിയ രത്നങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഏത് രാജാവിനെ എപ്പോൾ വേണമെങ്കിൽ തോൽപ്പിച്ച് അവിടുന്ന് ധനം കൊണ്ടുവന്ന് അവർക്ക് കാര്യങ്ങൾ നിർവഹിക്കാം. അപ്പം അങ്ങനെ ഒരു ശ്രേഷ്ഠതയുണ്ട്. അതേപോലെ അതിന് ചുമതലയുമുണ്ട്. അപ്പോൾ ചുമതല കൊണ്ട് ഭാരം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും വളരെ അസാധാരണമാണ് രാജാവിൻ്റെ ജീവിതവും രാജാവിൻ്റെ ധർമ്മവും. ആയുധാനാമഹം വജ്രം ധേനൂനാം അസ്മി കാമധുക് പ്രജനശാസ്മി കന്ദർപ്പഃ സർപ്പാണാം അസ്മി വാസുകി. ആയുധാനാം അഹം വജ്രം. ആയുധങ്ങൾ പലതും ഉണ്ടെങ്കിലും അതിൽ വെച്ച് വജ്രായുധമാണ് ഞാൻ. ധേനൂനാം അസ്മി കാമധുക്. പല വിധത്തിലുള്ള പശുക്കളുണ്ട്.
പശുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. പഴയ കാലത്ത് പശു നമുക്ക് സ്വത്തായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ പശു സംരക്ഷണത്തിൽ പ്രകടമായ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ലതിനോ ചീത്തയോ എന്ന് പറയാൻ ഇനി ആയിട്ടില്ല. എന്തായാലും പ്രജനശാസ്മി കന്ദർപ്പ ധേനൂനാമസ്മി കാമധുഗ്. അങ്ങനെ പശുക്കളിൽ വെച്ച് കാമധുഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാമധേനു. സാധാരണ പശു നമുക്ക് പാലേ തരുള്ളൂ. കാമധേനു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അഭീഷ്ടങ്ങളുണ്ടോ അത് മുഴുവനും ആ കാമധേനു നൽകുന്നതാണ്. പ്രജനശാസ്മി കന്ദർപ്പ പ്രജോത്പാദക അഥവാ അപത്യജനയിത നതു വൃഥാ മൈഥുനരൂപ. നമ്മുടെ ശരീരത്തിൽ നമ്മളൊക്കെ പുല്ലിംഗവും സ്ത്രീലിംഗവുമായിട്ട് ജനിക്കുന്നവരാ. പുരുഷ ശരീരവും സ്ത്രീ ശരീരവും ആ രണ്ടിനും തമ്മിലുള്ള ഒരു പ്രകൃത്യായുള്ള ആകർഷണമുണ്ട്. അവയവങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ചില അവയവങ്ങളൊക്കെ പരസ്പരം കൂടിച്ചേരാൻ പറ്റിയ തരത്തിലുള്ളതാണ്. പക്ഷേ ഒരു കാര്യം, അതിൽ പ്രജനശ്ചാസ്മി കന്ദർപ്പ, സന്താനോത്പാദനത്തിന് വേണ്ടിയാണ് അതിൽ കാമം എന്ന് പറയുന്ന ഒരു വികാരം, ഒരു ഉദ്വേഗം നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം വംശവൃദ്ധി. മനുഷ്യർ കല്യാണം കഴിക്കുമ്പോൾ പലരും എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്തവരാണ് പലരും. വാസ്തവത്തിൽ വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വംശം നിലനിൽക്കാൻ, വംശവൃദ്ധ്യർത്ഥം എന്നാണ് പറയുക. അല്ലാണ്ട് അതൊരു പ്രിയത്വം കൊണ്ടാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ശ്രേഷ്ഠത വേണം. ആ ശ്രേഷ്ഠതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വിലമതിക്കൽ നമുക്കുണ്ടാവണം, നിരൂപണം. ലൈംഗികത എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് മാത്രമല്ല ലൈംഗികതയുള്ളൂ, വൃക്ഷങ്ങൾക്കും ചെടികൾക്കുമൊക്കെ ഇല്ലേ ആൺപൂക്കൾ പെൺപൂക്കളുണ്ട്. അവ തമ്മിൽ പരാഗണം നടക്കണം. ഞാനിവിടെ വന്ന കാലത്ത് തെങ്ങിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളോട് ഒരാൾ പറയുമായിരുന്നു, ആശ്രമത്തിലുള്ള തെങ്ങുകളൊക്കെ ഒത്തിരി നല്ലോണം നോക്കിക്കൊണ്ടിരുന്ന കാലമാണ്, ഇപ്പോഴും ആണെന്ന് പറയാം. അപ്പോൾ ഒരു തെങ്ങിൻ്റെ കൊല അങ്ങോട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രയാണ് പൂക്കളെന്നറിയാമോ? അത് മുഴുവൻ ശരിക്ക് പരാഗണം നടന്ന് അത് മുഴുവനും കായാണെങ്കിൽ ഒരാൾ പറയുക, സ്വാമിജി തെങ്ങ് താങ്ങില്ല എന്ന്. അത് മുഴുവനും കായാണെങ്കിൽ ഭാരം എത്ര ഉണ്ടാവും? അപ്പോൾ പൂക്കൾ കുറേ അധികം ഉണ്ടാവും. പരാഗണമൊക്കെ കഴിഞ്ഞ് പിടിക്കണത് എത്രയാണ്? ഒരു കലയിൽ 10 or 15 പിടിക്കുള്ളൂ. അങ്ങനെ എല്ലാ മാസവും കൂമ്പ് വന്ന് പരാഗണം കഴിഞ്ഞ് കൊലയും കായും ഉണ്ടാവുന്നതാണ്. അപ്പോൾ മാസത്തിലൊരു കൊല നമുക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 12 കൊല മിനിമം അവിടെ ഉണ്ടാവണം. 12-ൽ കൂടുതലും ഉണ്ടാവും. ഇത്ര അധികം കൊലയും കായുമായിട്ട് നിന്നാൽ തെങ്ങിന് താങ്ങാൻ പറ്റണ്ടേ? അപ്പോൾ ഇതിൽ ഈ ലൈംഗികതയ്ക്ക് സ്ഥാനം എല്ലായിടത്തും ഉണ്ട്, ഇല്ല എന്ന് പറയരുത്. അതിനെ പ്രാകൃതമാക്കി തീർക്കരുത് നമ്മൾ. അത് പ്രകൃതിയുടെ ഒരു സംവിധാനമാണ്, ആസൂത്രണമാണ്. ആ ആസൂത്രണമാണെന്ന് കരുതി അതിനെ മരുന്ന് പോലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു സമീപനമാകണം മനുഷ്യന്. സന്താനോത്പാദനം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കായ്ക്കുന്ന ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ കാച്ചില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അതേപോലെ ഒരു കുടുംബത്തിലും കുട്ടികൾ ഉണ്ടാവണം. വൃക്ഷങ്ങൾ കായ്ക്കുന്ന പോലെയേ ഇതും കണക്കാക്കാൻ പാടുള്ളൂ. ഇതിന് കൂടുതൽ പ്രാധാന്യം, അമിത പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സമീകൃത മനസ്ഥിതിയോടുകൂടി അതിനെടുക്കണം. വജ്രോദ്ഭവം, ദധീചി മഹർഷി വൃത്രനെ വധിക്കാൻ സ്വന്തം അസ്ഥികൾ ദാനം ചെയ്ത് ഉണ്ടാക്കിയ വിശേഷപ്പെട്ട ആയുധമാണ് ഈ വജ്രായുധം എന്ന് പറയുന്നത്. ഇങ്ങനെ എത്രയെത്ര സങ്കല്പങ്ങളും ആശ്രയങ്ങളുമാണ് നമ്മുടെ ഇതിഹാസ പുരാണ സാഹിത്യങ്ങളിൽ എന്നറിയോ? വളരെ വിശേഷപ്പെട്ടതാണ്. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുഗ് പ്രജനശാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. സർപ്പങ്ങൾ, ആ സർപ്പങ്ങളിൽ വെച്ച് വാസുകിയാണ് ഞാൻ. വാസുകിയെ ചൊല്ലി പല കഥകളും ഐതിഹ്യങ്ങളും നമ്മുടെ പുരാണങ്ങളിൽ കാണാം. അനന്തശാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാം അര്യമാചാസ്മി യമഃ സംയമതാമഹം. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം. അനന്തശ്ചാസ്മി നാഗാനാം, നാഗങ്ങളിൽ വെച്ച് അനന്തനാണ് ഞാൻ. ഈ നാഗം എന്ന് പറഞ്ഞാൽ സാധാരണ പാമ്പല്ല. അതിന് പറയുന്നത് ഒന്നിലധികം ശിരസ്സുണ്ടെന്നാണ്, ബഹുശിരസ്സാണത്രേ.
സർപ്പങ്ങൾക്ക് ഒരു തലയേ ഉണ്ടാവുള്ളൂ. വരുണോ യാദസാമഹം, ജലജീവികളിൽ വെച്ച് വരുണനാണ് ഞാൻ. പിതൃണാം അര്യമാചാസ്മി, പിതൃക്കളിൽ വെച്ച് അവരുടെ രാജാവായ അര്യമാവാണ്. യമഃ സംയമതാമഹം, യമനാണ് സംയമതാമഹം, സംയമം ശീലിക്കുന്നവരിൽ വെച്ച് യമനാണ്. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം, മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം, ദൈത്യന്മാരിൽ വെച്ച് പ്രഹ്ലാദനാണ് ഞാൻ. ദേവന്മാരും ദൈത്യന്മാരും നിന്നും രണ്ട് വകുപ്പാണല്ലോ. അതിൽ ദൈത്യന്മാരൊക്കെ അസുരന്മാരാണ്. പക്ഷേ അങ്ങനെ എല്ലാവരും അസുരന്മാരാണെങ്കിലും അവരുടെ ഇടയിൽ പ്രഹ്ലാദൻ ഞാനാണെന്ന്. അദ്ദേഹം ഒരു അസുരപുത്രനായിരുന്നു, ഹിരണ്യകശിപുവിൻ്റെ. ആ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായാലും പ്രഹ്ലാദൻ്റെ ഒരു ജീവിതവും സമ്പ്രദായവും വൈഭവവും പെരുമാറ്റവും ഒക്കെ വിശേഷമാണ്. ദേവന്മാർ പോലും പിച്ച വാങ്ങണം പ്രഹ്ലാദൻ്റെ പെരുമാറ്റം കണ്ടാൽ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ക്യാരക്ടറാണ്, ഒരു വ്യക്തി, ഒരു കഥാപാത്രമാണ് പ്രഹ്ലാദൻ. കാലഹ കലയതാമഹം, കലയതാം കാലഹ അഹം. കലയതാം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഗണനം കുർവതാം. നമ്മൾ കണക്കാക്കാനായിട്ട് പലതും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ കണക്കാക്കുന്നതിൽ കാലമാണ് ഞാൻ. കാലത്തും വെച്ചുകൊണ്ടാണ് കണക്കാക്കുക. മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം, മൃഗങ്ങളിൽ വെച്ച് മൃഗേന്ദ്രൻ സിംഹമാണ് ഞാൻ. വൈനതേയശ്ച പക്ഷിണാം, പക്ഷികളിൽ വെച്ച് ഗരുഡനാണ്. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം. എന്താ ഈ പ്രഹ്ലാദന് ഇത്ര വലിയ വിശേഷം? ശ്രീമദ് ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിലാണ് പ്രഹ്ലാദ ചരിതം. 12 സ്കന്ധമുള്ള ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും നടുക്കിലാണത്രേ പ്രത്യേകിച്ചും ഈ ചരിതം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഭാഗവതത്തിൻ്റെ മുഴുവൻ കാതലും കഴുമ്പും അമൃതും എല്ലാം തന്നെ അതാ. എന്താ ഈ പ്രഹ്ലാദൻ? ആരാ? ഹിരണ്യകശിപുവിൻ്റെ മകൻ. ഹിരണ്യകശിപുവോ അസുര ചക്രവർത്തി. അതുമാത്രമല്ല, മഹാവിഷ്ണുവിനെ പ്രഥമ ശത്രുവായി കണക്കാക്കി വിഷ്ണുവിനെ ഹരിക്കാൻ വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ ആദ്യമായി ബ്രഹ്മാവിൽ നിന്ന് ഉള്ള വരം മുഴുവൻ സമ്പാദിച്ചു കഠിന തപസ് ചെയ്ത്. ബ്രഹ്മാവോ ആരും തന്നെക്കുറിച്ച് തപസ് ചെയ്യില്ല എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ വളരെ സന്തോഷമായി. അപൂർവമാണ് ഇങ്ങനെയുള്ള തപസ്, അതും അതികഠിന തപസ്. ചോദിച്ച വരം മുഴുവനും ഒന്നുകൂടി പിടിച്ചു വയ്ക്കാതെ സമ്മാനിക്കുകയും ചെയ്തു. ഇനി വേണോ ഹിരണ്യകശിപുവിന്? പോരെ ഇത് മുഴുവനും? എന്നിട്ട് വിഷ്ണുവിനെ പരാജയപ്പെടുത്തണം, തോൽപ്പിക്കണം, നശിപ്പിക്കണം എന്ന് വിചാരിച്ച് പുണ്യകർമ്മങ്ങൾ മുഴുവൻ ലോകത്തിലുള്ളത് നശിപ്പിക്കാൻ വേണ്ടി തൻ്റെ ഭൃത്യന്മാരെയും സേനാനികളെയും കുന്തവും കുഴലും കൊമ്പും കോക്കോട്ടും എല്ലാം പിക്കാസും അമ്പും വില്ലും എല്ലാമായിട്ട് പറഞ്ഞയച്ചു. അവർ സർവ്വസ്ഥലത്തും ചെന്ന് നാശം വിതറി. സഹിക്ക് വയ്യാതെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി എല്ലാവരും ആശ്രയിച്ചു, അഭയം പ്രാപിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഇത് എളുപ്പമല്ല. ബ്രഹ്മാവിൻ്റെ വരങ്ങളുടെ പേരിലാണ് ഹിരണ്യകശിപു ഇത്ര തുള്ളിച്ചാടുന്നത്. ബ്രഹ്മാവ് എന്നെപ്പോലെ ഒരാളാണ്, മറുഭാഗം നിർവഹിക്കുന്ന ആളാണ്. ആ വരം നിഷ്പ്രഭമാക്കി എന്ന് വരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ഒരു മകൻ ജനിക്കും. ആ മകൻ്റെ ഭക്തി ഒരു വിധത്തിലും മാറില്ല. അപ്പം മകനോട് പിതാവിന് ആ പിതൃസഹൃജമായ ഒരു പെരുമാറ്റമുണ്ട്. ആ പെരുമാറ്റത്തിനെ വഞ്ചിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് മകനോട് ക്രൂരത കാണിക്കുന്ന സമയത്ത് അച്ഛൻ പരിപാലിക്കാത്ത ഒരു മകനെ പിന്നെ പരിപാലിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് അയക്കുക ചെയ്തത്. അങ്ങനെ എത്ര കൊല്ലം കഴിഞ്ഞു? 5-8 കൊല്ലം കഴിഞ്ഞു. അതുവരെ കഷ്ടപ്പെടേണ്ടി വന്നു മനുഷ്യർക്ക്. നമ്മൾ കുറച്ച് കഷ്ടപ്പെടുമ്പോഴേക്കും പറയുകയാണ്, അയ്യോ ഇത്ര അധികം എന്ന്. 8 കൊല്ലം ലോകം മുഴുവനും കഷ്ടപ്പെട്ടു ഹിരണ്യകശിപുവിൻ്റെ ദുസ്സാഹസത്തിൻ്റെ പേരിൽ. അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി വന്ന് ജനിച്ചതും. എപ്പോൾ നോക്കിയാലും ഹരി ഹരി ഹരിഭക്തി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആദർശമോ ഒരാശയമോ മനസ്സിലുണ്ടാവാം. അത് ബാക്കിയുള്ളവരെ ആസ്വദിക്കണു, അനുകൂലിക്കണു, പ്രോത്സാഹിപ്പിക്കണു എന്ന് പറഞ്ഞാൽ പിന്നെ വിഷമമില്ല. പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം എതിർക്കുന്നവരാണ് കൂടെയുള്ളവരെ. പ്രത്യേകിച്ചും അച്ഛൻ എന്ന് വന്നാൽ ഒരു കുട്ടി എന്തു ചെയ്യും? ഇത് നിങ്ങളുടെ മുൻപിലൊക്കെയുള്ള ഒരു ചോദ്യമാണ്. വിപരീത സാഹചര്യങ്ങൾ എത്രത്തോളം ഒരു മനുഷ്യനെ അഭിമുഖീകരിക്കാം, തടസ്സപ്പെടുത്താം. അതിൻ്റെ പരമാവധി വന്നാൽ പോലും നാം വിശ്വസിക്കുന്ന വിശ്വാസം, നാം നടത്തുന്ന ആരാധന,
നമ്മുടെ മനസ്സിൻ്റെ മൂല്യം, ആദർശം ഇതെല്ലാം ബലി കഴിക്കണമോ വേണ്ടയോ? എത്ര തന്നെ പ്രകോപനമുണ്ടാവട്ടെ, തടസ്സമുണ്ടാകട്ടെ, പ്രതിഷേധമുണ്ടാകട്ടെ, വെല്ലുവിളി ഉണ്ടാകട്ടെ, ചങ്ക് പിടിച്ച് അമർത്തട്ടെ, കൊല്ലാൻ പുറപ്പെടട്ടെ, കൊന്നൂന്ന് തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ വന്നാലും ഉത്തമമായ ഒരു അഭിലാഷമോ ആദർശമോ മൂല്യമോ പരിത്യജിക്കുന്നത് നല്ല മനുഷ്യന് ചേർന്നതാണോ എന്നൊരു ചോദ്യം ശ്രീമദ് ഭാഗവതം എടുത്തിട്ട് അതിന് മറുപടി പറയാണ് ഈ 7 വയസ്സായ പ്രഹ്ലാദനിലൂടെ. പ്രഹ്ലാദൻ കടുകിട ഇളകിയില്ല. തൻ്റെ ഭക്തിയിൽ നിന്ന് സ്വല്പം പോലും ഇളകിയില്ല. എവിടെ കൊണ്ടിട്ടാലും താനും തൻ്റെ ഭക്തിയും തന്നെ തനിക്ക് പ്രമാണം. ഷണ്ടാമർക്കന്മാർ വളരെയധികം പരിശ്രമിച്ച് നോക്കി, ആ വിശ്വാസവും പ്രമാണവും ഒക്കെ ഒന്ന് മാറ്റാൻ നടത്തിയില്ല. ആചാര്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കുട്ടികളെ വിളിച്ച് ഇവർ നമുക്ക് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ 4 പുരുഷാർത്ഥങ്ങളാണ്. അതിൽ ധർമ്മവും വിടുന്നു നമ്മുടെ ആചാര്യന്മാർ, മോക്ഷവും വിടുന്നു, മോക്ഷകാരണമായ ഭക്തിയും വിടുന്നു. അർത്ഥവും കാമവും മാത്രമേ അച്ഛൻ്റെ നിർദ്ദേശത്തിൽ പറഞ്ഞു തരുന്നുള്ളൂ. ഇവരുടെ പിന്നാലെ പോയാൽ നമ്മളൊക്കെ കുളത്തിലിറങ്ങും കുട്ടികളെ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഉദ്ബോധിപ്പിച്ചപ്പോൾ ചെവി കൂർപ്പിച്ച് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ് ഈ കുട്ടി പറയണത്. ഈ കുട്ടികൾക്ക് പിടിവാശി വലിയ വാശിയാണല്ലോ. അപ്പോൾ പ്രഹ്ലാദൻ്റെ പിടിവാശി നല്ല പിടിവാശിയായിരുന്നു. സാധാരണ ഈ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാതെ വിഷമിപ്പിക്കുന്ന കുട്ടികളാണ്. ഒരു റിംഗ് ലീഡറായി ആര്? പ്രഹ്ലാദൻ. പക്ഷേ നല്ല ഒരു റിംഗ് ലീഡറാണ്. ആചാര്യന്മാർ വിട്ടുപോയ കാര്യങ്ങൾ, ഉത്തമ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളുടെ മനസ്സിനെ ധർമ്മബദ്ധമാക്കി തീർക്കാൻ വേണ്ടി വളരെ ചങ്കൂറ്റത്തോടുകൂടി ദാർഢ്യത്തോടുകൂടി പരിശ്രമിച്ച ഒരു അപൂർവ വിശിഷ്ട ബാലനാണ് ആര്? പ്രഹ്ലാദൻ. അവസാനം അച്ഛനും മകനും തമ്മിൽ ഏറ്റുമുട്ടി തുടങ്ങി. എങ്ങനെയാണ് ഏറ്റുമുട്ടാതെ ഇരിക്കുക? മകൻ്റെ വിശ്വാസവും പ്രമാണവും ആധാരവും ആശ്രയവും ഒക്കെ ശ്രീഹരിയാണ്. ആ ഹരി എന്നുള്ള പേര് പോലും കേൾക്കാൻ പറ്റില്ല ആർക്ക്? ഹിരണ്യകശിപുവിന്. ഹരിയെ കൊല്ലാനാണ് നിൽക്കണത്. അപ്പോൾ ഇങ്ങനെ ഒരു മകനും ഇങ്ങനെ ഒരു അച്ഛനും കൂടി ആയാൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം? നിങ്ങളൊന്ന് ആലോചിക്കൂ. പലരും പറയാറുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന അന്തരീക്ഷം നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ ആഫീസിലില്ല, നമ്മുടെ നാട്ടിലില്ല എന്ന്. അന്തരീക്ഷം ബാക്കിയുള്ളവരെ ആശ്രയിച്ചിരിക്കാം, പക്ഷേ അതിനെ നേരിടുന്നത് നമ്മളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഭക്തിയുള്ള പ്രഹ്ലാദൻ ഭക്തിപൂർവം ആ ആഭാസത്തിന്, വിരോധാഭാസത്തെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു ചോദ്യം വളരെ വിശദമായി ചർച്ച ചെയ്യുകയാണ് 7-ാം സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതം. പ്രഹ്ലാദൻ വഴി, ഹിരണ്യകശിപു വഴി, ഷണ്ടാമർക്കന്മാർ വഴി, വിദ്യാർത്ഥികൾ, സഹപാഠികൾ വഴി നല്ല ചർച്ച നടക്കുക. അവസാനം എന്തായി? അച്ഛൻ എന്തു തന്നെ പറഞ്ഞാലും കുട്ടിയുടെ വിശ്വാസ പ്രമാണം ഒരിക്കലും മാറ്റില്ല എന്നുള്ള നില വന്നു. അപ്പോൾ ഇനി മകനെ കൊല്ലുന്നെ എന്ന് തീരുമാനിച്ചു. കൊല്ലാനായി പലരെയും ചട്ടം കെട്ടി പല വിധത്തിലാണ് പരിശ്രമിച്ചത്. ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്ത്, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച്, സമുദ്രത്തിൽ കല്ലുകെട്ടി എറിഞ്ഞ്, പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴെ തട്ടിയിട്ട് അഗ്നിയിൽ വലിച്ചെറിഞ്ഞ് ശ്വാസം മുട്ടിക്കാൻ നോക്കി, സഹപാഠികളെ കൂടെ ഇരുത്തി ഒരേ ആസനത്തിലിരുത്തി കടവയറ്റിൽ കഠാരി കയറ്റാൻ നോക്കി. ഇങ്ങനെ പലതും ചെയ്തിട്ടും അച്ഛന് ജയമുണ്ടായില്ല. എന്താ കാരണം? ഗോവിന്ദ പരിരംഭിത. കഴിഞ്ഞു കാര്യം. ഗോവിന്ദൻ, ആ ശ്രീഹരിയാൽ പരിരംഭിതൻ, ആലിംഗനം ചെയ്യപ്പെട്ടിരിക്കുക. ഹരി ആലിംഗനം ചെയ്യാൻ വരുമ്പോൾ കൊടയും വടിയായിട്ടൊന്നും അല്ല വരിക, ഉള്ളിൽ നിന്നാണ് ആലിംഗനം. അധോക്ഷജനാണ് ഹരി, കണ്ണിന് കാണാൻ പറ്റില്ല, ഇൻവിസിബിളാണ്, അദൃശ്യനാണ്. അദൃശ്യനായതുകൊണ്ട് കാണില്ല എന്നല്ല, അദൃശ്യനായതുകൊണ്ട് ഉള്ളിലാണ് ഇരിപ്പ് എന്ന അർത്ഥം. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അനുഭവിച്ചറിയാണ് വേണ്ടത്. അങ്ങനെ ഉള്ളിൽ ആലിംഗനം ചെയ്ത് ഭദ്രമായി ശ്രീഹരി ഇരിക്കുന്നത് കൊണ്ട് അച്ഛൻ എന്ത് ചെയ്താലും അത് ഏശിയില്ല. അവസാനം അച്ഛൻ ഞാൻ തന്നെ നേരിടാം എന്ന് പറഞ്ഞ്, എവിടെയാടാ നിൻ്റെ ഹരി എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ദിക്കിലുമുണ്ട്. ആരാണത്? എല്ലാവർക്കും ആശ്രയം, അങ്ങയ്ക്കും ദിക്പാലന്മാർക്കും എല്ലാവർക്കും ആശ്രയമാണെന്ന് കേട്ടപ്പോൾ കലി തുള്ളി. കയ്യിൽ വാളെടുത്ത് കഴുത്ത് മുറിക്കാമെന്ന് തീർച്ചയാക്കി പുറപ്പെടുമ്പോഴാണ് ഈ ചോദ്യവും ഉത്തരവും ഉണ്ടായത്. നിൻ്റെ ഹരി എവിടെയാ? എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോയെന്നാണ് ഈ ചോദ്യം. ഉണ്ട് എന്നാണ് മറുപടി പറയണത്. ആര്? പ്രഹ്ലാദൻ. ഈ 7 വയസ്സായ കുട്ടി ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു. 70 വയസ്സായ പരമഭക്തന്മാർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കാറില്ല. ആ കുട്ടി പറഞ്ഞു. ആ കുട്ടിയുടെ വായിൽ നിന്ന് വാക്ക് വന്നുപോയി. ആരെപ്പറ്റി? ശ്രീഹരിയെപ്പറ്റി. ആ വാക്ക് സാർത്ഥകമാക്കാനുള്ളത് ആ കുട്ടിയല്ല, ശ്രീഹരിയാണ്. അപ്പോൾ ശ്രീഹരി നരഹരിയുടെ വേഷത്തിൽ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന്
മകൻ്റെ മുൻപിൽ വെച്ച് തന്നെ അച്ഛനുമായി പിടിയും വലിയും പൊരിഞ്ഞ യുദ്ധം. ഒരു ഭാഗത്ത് ഹിരണ്യകശിപു 6-7 അടി പൊക്കണ്ട്, കയ്യിൽ വാളുണ്ട്, കുന്തമുണ്ട്, അമ്പുണ്ട്, വില്ലുണ്ട്, എല്ലാം ഉണ്ട്. ശ്രീഹരി നരഹരിയായിട്ട് ആ നരഹരിയുടെ കയ്യിൽ എന്തുണ്ട്? ദംഷ്ട്രവുമുണ്ട്, കയ്യിലും കാലിലുമുള്ള ആ നഖങ്ങളുമുണ്ട്, പല്ലുണ്ട്, അത്രയേ ഉള്ളൂ. ആ പല്ലും നാവും കൊണ്ടാണ് യുദ്ധം. അപ്പുറത്തോ വലിയ വലിയ സാമഗ്രികളും ആയുധങ്ങളും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഹിരണ്യകശിപുവിന് സന്തോഷം തോന്നി, കയ്യിൽ പിടിച്ചു, കക്ഷത്തിട്ട് അമർത്തി എന്നൊക്കെ തോന്നി. അതൊക്കെ തോന്നിച്ചതാ. എന്താ? യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്ന ആൾക്ക്, ആ യുദ്ധക്കൊതിയന് യുദ്ധത്തിൽ ഒരു ജയബോധവും വരുത്തണം. പൊരിഞ്ഞ യുദ്ധം. അത് പെട്ടെന്നല്ല, 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല, വേണ്ടത്ര യുദ്ധം ചെയ്ത് ഹിരണ്യകശിപുവിന് തൃപ്തിയായി. ഞാൻ എൻ്റെ സാഹസങ്ങളും വിദ്യകളും പഠിച്ച വിദ്യ 18 നോക്കി എന്നൊരു തൃപ്തിയൊക്കെ വന്ന് അവസാനം വയറ് പൊളിച്ച് കുടൽമാലയെടുത്ത് കഴുത്തിലിട്ട് സിംഹാസനത്തിലിരുന്നു നെടുവീർപ്പിടാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു വശം നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയൊരു കുട്ടി 7 വയസ്സ്, തൻ്റെ മുൻപിൽ വെച്ചാണ് ഇത് മുഴുവൻ നടക്കുന്നത്. അച്ഛനെ വധിക്കണു തൻ്റെ ആരാധനാമൂർത്തി ശ്രീഹരി. ഇതിലധികം ഒരു വൈരുദ്ധ്യം ഒരു ചെറിയ കുട്ടിക്ക് നേരിടാനുണ്ടോ എന്ന് ആലോചിക്കൂ. നമ്മളെല്ലാവരും നല്ല ഒരു കുടുംബത്തിൽ നല്ല അച്ഛനമ്മമാർക്ക് മക്കളായിട്ട് ജനിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒന്നുകിൽ മകൻ അല്ലെങ്കിൽ മകൾ. അവരെയൊക്കെ കാണുക, കേൾക്കുക, അവരുടെ സംരക്ഷണം അനുഭവിക്കുക, ഇതൊക്കെ നമുക്കിഷ്ടമാണ്. ഇവിടെ നേരെ ഘടകവിരുദ്ധമാണ് സ്ഥിതിവിശേഷം. തൻ്റെ മുൻപിൽ വെച്ച് തന്നെ തൻ്റെ പിതാവിനെ, തനിക്ക് ജന്മം നൽകിയ പിതാവിനെ, തനിക്ക് വേണ്ടി ശ്രീഹരി നരഹരിയായി അവതരിച്ച് 2 പേരും കൂടി പൊരിഞ്ഞ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അച്ഛൻ താഴത്ത് വീണു. എന്നിട്ടാണ് സമാധാനിപ്പിക്കാൻ ആളില്ലാതെ മഹാലക്ഷ്മി പേടിച്ച് ഞാൻ പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആർക്ക് വേണ്ടി അവതാരം ഉണ്ടായോ ആ കുട്ടിയെ തന്നെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞ് പ്രഹ്ലാദനോട് എൻ്റെ പൊന്നു മോനെ ചെല്ലൂ എന്ന് പറഞ്ഞു. അവൻ ഒരു കൂസലും ഇല്ലാതെ അങ്ങോട്ട് വേച്ച് അങ്ങോട്ട് ചെന്നു. ഒരു നമസ്കരിച്ച് എണീറ്റ് നിന്ന് സ്തുതിക്കാൻ തുടങ്ങി. ആ പ്രഹ്ലാദ സ്തുതി എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ്. എത്രയെത്ര വിവേക പാഠങ്ങളും മൂല്യങ്ങളുമാണതിൽ. അതേമാതിരി വൈരാഗ്യനിധി വേണ്ടത്ര വിതരണം ചെയ്യുന്നുണ്ട്. മോക്ഷം എങ്ങനെ കിട്ടും, ജ്ഞാനം, അതും പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നരഹരിക്ക് തൃപ്തിയായി. ബ്രഹ്മാവിനൊരു താക്കീതും കൊടുത്തിട്ടാണ് അവിടുന്ന് പോയത്. സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കണം. അതിന് എത്രത്തോളം തയ്യാറില്ലെങ്കിലും അത് തയ്യാറുണ്ടായേ പറ്റുള്ളൂ. അരാജകത്വം ശരിയല്ല, സമാജത്തിൻ്റെ നന്മയാണ്, തൻ്റെ മോക്ഷത്തേക്കാൾ വലുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവിടുന്ന് പോയത്. ആ കഥയാണ് ഇവിടെ വളരെ വിശേഷിച്ച് പറയുന്നത്. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം. ദൈത്യന്മാരിൽ വെച്ച് പ്രഹ്ലാദനാണ്. ഒരു വിഭൂതി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടുള്ള വിഭൂതിയാ? 7 വയസ്സായ കുട്ടി ഇവിടെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അച്ഛൻ ചെയ്തതും ചെയ്യിച്ചതും ഒക്കെ സഹിച്ചേ ഉള്ളൂ. സഹിക്കുന്നത് വഴി അവർ ചെയ്തതൊക്കെ നിഷ്ഫലമായി, ശക്തിയില്ലാതെ പോയി, ദുർബലമായി. ഇതാണ് പ്രഹ്ലാദൻ്റെ വിശേഷം. അപ്പോൾ വിഭൂതി എന്ന് പറഞ്ഞാൽ എടുത്തു കാണിച്ച് പർവ്വതം പോലെയോ സമുദ്രം പോലെയോ ബടവാഗ്നി പോലെയോ വലുത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഗുണവിശേഷങ്ങളാകാം, മൂല്യങ്ങളാകാം, ക്ഷമയാകാം, സഹനശക്തിയാകാം. എന്തായാലും അസാധാരണമായ ഒരളവിലും അസാധാരണമായ വൈഭവത്തോടും കൂടി പ്രകടമാകുന്ന എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും, കാണാനുള്ളത്, കേൾക്കാനുള്ളത്, മണക്കാനുള്ളത്, രുചിക്കാനുള്ളത്, തൊടാനുള്ളത്, ചിന്തിക്കാനുള്ളത്, അറിയാനുള്ളത്, എന്തൊക്കെയുണ്ടോ അതൊക്കെ വിഭൂതിയിൽ പെട്ടതാണ്. അത് മുഴുവനുമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. എന്നിട്ട് അദ്ദേഹം പറയണു, പവനഃ പവതാമസ്മി രാമഃ ശസ്ത്രഭൃതാമഹം ജഷാണാം മകരശ്ചാസ്മി സ്രോതസാമസ്മി ജാഹ്നവീ. പവനഃ പവതാമസ്മി. പാവയതൃണാം. പരിശുദ്ധമാക്കുക. എന്താ ഈ പരിശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ലോകം ഭൗതികമാണ്. ഭൗതിക ലോകത്തിൽ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കല്ലിനെ നമുക്ക് പെട്ടെന്ന് ശുദ്ധമാക്കാൻ പറ്റിയെന്ന് വരില്ല. മണ്ണിനെ ശുദ്ധമാക്കാം, ചിലപ്പോൾ അരിക്കാം, കല്ലുകളൊക്കെ മാറ്റാം, അതിൽ പോഷകാംശങ്ങൾ പോരാത്തതുള്ളത് കൊടുക്കാം. അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ശുദ്ധിയാണ്. വൻതോതിൽ പരിഗണിക്കുമ്പോൾ ഈ കാറ്റ് എന്ന് പറയുന്നത് പകൽ ഒരുപോലെ ലഭ്യമാണ്. കാറ്റില്ലാതെ 1/2 സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ കാറ്റ് ശക്തമായി വീശിയോ മന്ദമായി വീശിയോ എന്നുള്ളത് ഇരിക്കട്ടെ, കാറ്റ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ പുറത്തു വിടുന്ന അങ്കാലാമ്ല വായു അടക്കം അതെടുത്ത് അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ജീവവായുവെ ആവാഹിച്ചു കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുള്ളൂ.
അങ്ങനെ കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൽ ശുദ്ധി വരുന്നതാണ് ഈ ലോകം. ഇപ്പോൾ ഭൗമാന്തരീക്ഷം ശുദ്ധമായിരിക്കണം എന്നുണ്ടെങ്കിൽ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ അതാതിൻ്റെ ഓരോ കാറ്റ് ഓരോ വേർപ്പ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊരു മുറിയിലിരുന്നു സംസാരിക്കണു, 5-6 ആൾക്കാർ വീട്ടുകാരായിക്കോട്ടെ, ജനാലയൊക്കെ തുറന്നിടണം. വാതിൽ സാധിച്ചാൽ വാതിലും തുറന്നിടണം. അങ്ങനെ തുറന്നിട്ടിട്ട് വെന്റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്വസിക്കാനുള്ള വായു പോലും കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറത്തു വിടുന്നത് എന്താ? വിഷാംശമാണ്. അത് തന്നെ ശ്വസിക്കാൻ തുടങ്ങിയാൽ എത്ര നേരം ശ്വസിക്കും? അപ്പോൾ ഈ പരിശുദ്ധമാക്കുന്നതിൽ കാറ്റാണ് ഏറ്റവും അധികം പരിശുദ്ധമാക്കേണ്ടത്. ആ കാറ്റ് എങ്ങനെ പരിശുദ്ധമാവണു? ഇങ്ങനെ അനങ്ങിക്കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ. വസന്ത ഋതുവിൽ അനവധി പുഷ്പങ്ങൾ പലയിടങ്ങളിലും വികസിച്ച് അതിൻ്റെ പരിമളം പുറത്തേക്ക് കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിമളം കിട്ടുന്ന സ്ഥലത്ത് മുഴുവൻ കാറ്റിങ്ങനെ പോയി ആ പരിമളം മുഴുവൻ ഗ്യാദർ ചെയ്ത് അങ്ങോട്ട് തന്നിലേക്ക് എടുത്ത് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ ബോംബെയിൽ ചെന്ന് താമസിക്കുന്നത് 32ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ബോംബെ നഗരത്തിൻ്റെ ഒരു ഘടനയൊക്കെ നമുക്ക് നല്ല പോലെ മനസ്സിലാവും. എത്ര കെട്ടിടങ്ങളാണ്! സാധാരണ ഒരു 100 ചതുരശ്ര അടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 2-3 ആൾ താമസിക്കും. അതേ സ്ഥലത്ത് 32 ഫ്ലോറാണെങ്കിലോ എത്ര ആളായി? 32 കൊണ്ട് പെരുക്കണം, 128 ആളാണ് താമസിക്കാൻ പോണേ. പക്ഷേ വിസ്താരമില്ല. ഒരേ ഏരിയ ഒരേ സ്ഥലത്തിലാണ് ഈ 128 ആൾ താമസിക്കുന്നത്. അവർക്ക് ശ്വസിക്കാനുള്ള കാറ്റ് എവിടുന്ന് വരും കൂട്ടരെ? ഒന്ന് പറയൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ കാറ്റ് മുഴുവൻ വരേണ്ടത് വിദൂരങ്ങളിൽ നിന്ന് വേണം. എവിടെയെല്ലാം വൃക്ഷങ്ങളുണ്ടോ, ചെടികളുണ്ടോ, പുല്ലുകളുണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ തട്ടി വരുന്ന കാറ്റ് ഈ കോൺക്രീറ്റ് ജംഗിൾ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നമ്മൾ ശ്വസിക്കുന്ന കാറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ മറ്റത് കൊണ്ടുവന്ന് കലർപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ഈ പട്ടണവാസികൾക്ക് ജീവവായു കിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് വൃക്ഷം നട്ടുപിടിപ്പിക്കണം. നമ്മൾ കെട്ടിടേ ഉണ്ടാക്കണുള്ളൂ, വൃക്ഷം വയ്ക്കണില്ല. അതാണ് നമ്മുടെ പരാജയം. ബുദ്ധിയുണ്ട്, എവിടേക്കാണാവോ? നരകത്തിൽ പോയിട്ട് വേണം നമ്മുടെ ബുദ്ധി അനുഭവിക്കാൻ. സ്വർഗം നമുക്ക് കിട്ടില്ല. ബുദ്ധി മുഴുവൻ പഴച്ചതാ, പിന്നെ എങ്ങനെയാണ് സ്വർഗം കിട്ടുക? അപ്പോൾ കാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാ. അതാണ് ശുദ്ധി വരുത്തുന്നത്. എന്തിനു ശുദ്ധി വരുത്തുന്നു? മനുഷ്യൻ്റെ ശ്വാസം, മനുഷ്യന് ശ്വസിക്കാനുള്ള വായുവെ ശുദ്ധി വരുത്തുന്നതാണ്. എല്ലാ ജീവജാലങ്ങളും വിസർജിക്കുന്നത് വിഷാംശമാണ്. അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ സസ്യങ്ങളാണ്. ആ സസ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ജീവവായു കിട്ടുക. അപ്പോൾ അത് രാപ്പകൽ വിശ്രമമില്ലാതെ ചലിച്ചുകൊണ്ടും ഗമിച്ചുകൊണ്ടും ഊതിക്കൊണ്ടും ആടിക്കൊണ്ടും ഇരിക്കണം. അപ്പോഴേ നമുക്ക് വേണ്ടത് കിട്ടുള്ളൂ. അങ്ങനെയുള്ള പവിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട പവിത്രമാണ് കാറ്റ്. രാമഃ ശസ്ത്രഭൃതാമഹം. അസ്ത്രവും ശസ്ത്രവും എല്ലാം എടുത്ത് പയറ്റുന്ന ആൾക്കാർ പലരും ഉണ്ട്. അതിൽ അസ്ത്രം എന്ന് പറഞ്ഞത് മനസ്സിൻ്റെ ശക്തി കൊണ്ട് തപസ് ചെയ്ത് സമ്പാദിക്കേണ്ടതാണ്. ശസ്ത്രം എന്ന് പറഞ്ഞാൽ അഭ്യാസം കൊണ്ട് അതിൻ്റെ സാമർഥ്യം വളർത്തിയെടുക്കേണ്ടതാണ്. വില്ല് നമ്മൾ ഉണ്ടാക്കിയതാണ്, അമ്പും നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ വില്ലിൽ കൊലച്ച് അമ്പ് തൊടുക്കുക എന്ന് പറയുന്നത് ഭൗതികമായ ഒരു ശാസ്ത്രമാണത്. അസ്ത്രം എന്ന് പറയുമ്പോഴോ അർജുനൻ വനവാസക്കാലത്ത് പരമശിവനെക്കുറിച്ച് തപസ് ചെയ്ത് പരമശിവൻ കിരാതനും കിരാതപത്നിയുമായി വന്ന് ബലപരീക്ഷ നടത്തി കിരാതൻ്റെ നെഞ്ഞത്ത് അടിച്ചു. ആര്? പാർത്ഥൻ. അത് കണ്ട് സന്തോഷം തോന്നി പാശുപതാസ്ത്രം കൊടുത്തു. പാശുപതാസ്ത്രം കിട്ടിയാൽ പോരല്ലോ, അത് പ്രയോഗിക്കാൻ പ്രാപ്തിയുള്ളവനാണല്ലോ. അപ്പോൾ ഏത് ശത്രുവിനെയും നേരിടാൻ പറ്റുമോ ഈ അർജുനന്? ഞാൻ തന്നെ പോയി കളയാം, വേഷം മാറി എന്ന് പറഞ്ഞപ്പോൾ നെഞ്ഞത്ത് ഇടിച്ചു. എന്ത് സന്തോഷമായിരുന്നു കിരാതമൂർത്തിക്ക്. ആ കിരാതമൂർത്തിക്കാണ് നമ്മൾ ഈ 12008 നാളികേരം ഉടച്ച് വേട്ടക്കാരൻ പാട്ട് എന്നാണ് പറയുക. 12000 ചില്ലാനം നാളികേരം ഉടയ്ക്കുകയാണ് ഇങ്ങനെ എറിഞ്ഞ്. അതെന്താ? അതൊരു സാഹസമാണ്. ആ സാഹസം എന്തുകൊണ്ട്? സാഹസമൂർത്തിയായി അർജുനൻ്റെ സാഹസം പരിശോധിക്കാൻ വേണ്ടി വന്ന മൂർത്തിയാണ്. അപ്പോൾ ആ മൂർത്തിയെ അതേ രൂപത്തിൽ നമ്മൾ ഉപാസിക്കുകയാണ്. ശിവൻ ഏറ്റവും വിശേഷപ്പെട്ടതാണല്ലോ നാളികേരം. ആ നാളികേരത്തിലുള്ള 3ാമത്തെ കണ്ണ് ശിവൻ്റെ 3ാമത്തെ കണ്ണാണെന്നൊക്കെയാ വെപ്പ്. അതിൻ്റെ നേരെ ഒരു നാരുണ്ടാവും, 3 കോണാണല്ലോ, അവിടെയാണ് എറിഞ്ഞുടക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ വിശേഷപ്പെട്ട വേട്ടേക്കരൻ പാട്ട് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. വളരെ വിശേഷപ്പെട്ടതാണ്.
അസ്ത്രം എന്ന് പറയുന്നത് തപസ്സുകൊണ്ട് സമ്പാദിക്കുന്നത്, ശസ്ത്രം എന്ന് പറയുന്നത് ചെറുപ്പം മുതൽക്ക് തന്നെ പരിശീലിച്ച് പാഠവും സമ്പാദിക്കേണ്ടതാണ്. അങ്ങനെ ശസ്ത്രഭൃത്തുക്കളിൽ വെച്ച് രാമനാണെന്ന് പറയുന്നു. അപ്പം രാമൻ്റെ ശസ്ത്രപാഠവും പരിശോധനയ്ക്ക് വന്നത് എപ്പോഴാണ്? വിശ്വാമിത്ര മഹർഷി അവിചാരിതമായി ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അപ്പം രാമനും ലക്ഷ്മണനും ഒക്കെ അസ്ത്രശസ്ത്ര വിദ്യ പഠിച്ചു കഴിഞ്ഞ് പഠിപ്പ് മുഴുവനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. യുദ്ധക്കളത്തിലേക്കൊന്നും പോയിട്ടില്ല, യുദ്ധം ചെയ്തിട്ടില്ല, പഠിപ്പൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി അങ്ങോട്ട് ചെന്നത്. ചെന്നിട്ടോ എന്തുണ്ടായി? മഹാരാജാവ് വളരെ ഹാർദമായി സ്വീകരിച്ചു. താൻ അനുഗ്രഹീതനാണ്, അങ്ങ് അവിചാരിതമായി വന്നൂല്ലോ, ഇത്രയധികം വലിയ ഭാഗ്യമുണ്ടോ, അനുഗ്രഹമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സ്തുതിയും പാഠവും ഒക്കെ ആയി. എന്നിട്ട് ചോദിച്ചു, എന്തിനാ വന്നിരിക്കണത്? ഞാൻ രാമനെ കൂട്ടിക്കൊണ്ടുപോകാനാന്ന് പറഞ്ഞു. കഴിഞ്ഞു. ദശരഥൻ്റെ കാറ്റുപോയി. ഇവർ രണ്ട് കണ്ണിലുണ്ണികളാണ് എൻ്റെ. ഇവരങ്ങോട്ട് പോയാൽ എൻ്റെ പ്രാണൻ പോവും. എന്തിനാ കൂട്ടിക്കൊണ്ടു പോണേ? യാഗം നടത്താൻ പോണു. രാവണൻ്റെ ആൾക്കാർ വന്ന് കഷ്ടപ്പെടുത്തണു, അത് കൂടാതെ കഴിക്കാനാ. എനിക്ക് അവരെ നേരിടാൻ അറിയായികയല്ല. മഹർഷിമാരായ ഞങ്ങൾ ശാരീരികമായ ഒരു ബലാബലത്തിന് പുറപ്പെടുന്നത് ശരിയല്ല. അത് രാജാക്കന്മാരുടെ ഉദ്യോഗവും സ്ഥാനവും കർത്തവ്യവുമാണ്. അപ്പം രാമനെ കൂട്ടിക്കൊണ്ടുപോയി നിർവിഘ്നം യാഗം നടത്തണം എന്നാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ, കണ്ണിലുണ്ണിയാണ് രാമൻ. ആദ്യമായിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോവുക. പോണത് എന്തിനാ? രാവണൻ്റെ പടയാളികളെ നേരിടാൻ. രാവണനെ നേരിടാൻ ഞാൻ തന്നെ വന്നു കളയാം. അങ്ങനെയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കുട്ടികളെ പറഞ്ഞയച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ വാഗ്വാദമായിരിക്കുമ്പോഴാണ് വസിഷ്ഠ മഹർഷി, അങ്ങ് ഇങ്ങനെ സംസാരിക്കരുത്, വന്നത് വിശ്വാമിത്ര മഹർഷിയാണ്, അദ്ദേഹം ഒരു ക്ഷത്രിയനായിരുന്നു, ഇത്ര നാളും അച്ഛനമ്മമാരുടെ ലാളനത്തിൽ വളർന്ന കുട്ടികൾ ഇനി മഹർഷിയുടെ ലാളനത്തിൽ വളർന്നാൽ അതൊരു പ്ലസ്സാണ്, മൈനസല്ല, ധൈര്യമായിട്ട് പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. എന്നിട്ട് യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ കാവൽ നിന്നു. മാരീചൻ വന്നു, ഒരൊറ്റ അസ്ത്രം കഴിഞ്ഞു. അപ്പം രാമബാണം എന്ന് വളരെ പ്രസിദ്ധമാണ്. അത് കഴിഞ്ഞ് യാഗമൊക്കെ കഴിഞ്ഞപ്പോൾ മഹർഷിയുടെ മനസ്സിൽ തോന്നിയതാ. എന്താ തോന്നിയത്? ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു വന്നു, അവരാണെങ്കിൽ കുട്ടികൾ, എന്തായാലും എല്ലാവർക്കും വിവാഹം വേണമല്ലോ, ഒരാളോടും ചോദിച്ചില്ല, ദശരഥനോടും മിണ്ടിയില്ല. അങ്ങനെ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി ജനക മഹാരാജാവിൻ്റെ രാജധാനിയിലേക്ക് ക്ഷണിക്കാതെ ചെന്നു. ജനക മഹാരാജാവ് സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു. എന്നിട്ട് പറയുകയാണ്, അതേ, അങ്ങയുടെ ശൈവചാപമുണ്ടല്ലോ ഇവിടെ, അതൊന്ന് രാമന് കാണിച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കൊരു അഭിലാഷമുണ്ടെന്ന് പറഞ്ഞു. അവരുടെ പള്ളിവില്ല് വലിയ രഥത്തിൽ ചക്രത്തിലൊക്കെ വെച്ചിരിക്കണു. അത് ഉന്തി ഉരുട്ടി എല്ലാവരും കൂടി കൊണ്ടുവന്ന് നിർത്തി. ഇനിയിപ്പോൾ എന്ത് വേണം? ആ വില്ലെടുത്ത് കൊലയ്ക്കണം. പലരും പരിശ്രമിച്ച് കൊലയ്ക്കാൻ സാധിച്ചിട്ടില്ല. രാമൻ എന്ത് ചെയ്തു? അതങ്ങോട്ട് എടുത്തു, രണ്ട് തലയും പിടിച്ചു, കാലുകൊണ്ട് നടുക്കിൽ വെച്ച് ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വളയ്ക്കല്ലേ പൊട്ടിക്കളഞ്ഞു, പാത്തി. അതാണ് ആ വില്ലിന് സംഭവിച്ചത്. കൊലയ്ക്കാൻ പുറപ്പെട്ടിട്ട് രാമൻ്റെ പാദവും ആ പാദത്തിൻ്റെ അമർച്ചയും താങ്ങാൻ പറ്റാതെ മുറിഞ്ഞു പോയി ആ വില്ല്. ഇനി ഇതിലധികം ഒരു കേമത്ത എന്തുണ്ട്? കൊലയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ വില്ല് അതിനെ എരയില്ല എന്ന്. അതോടുകൂടി സീതയ്ക്ക് വളരെ സന്തോഷമായി. കല്യാണം നിശ്ചയിച്ചു. ദശരഥൻ്റെ വിവരം അറിയിച്ചു. അങ്ങനെ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എല്ലാവർക്കും കൂടി കല്യാണം നടന്നു. ഇത് ദശരഥൻ കൂട്ടിയാൽ കൂടിയിട്ടുണ്ടാവില്ല. ഇതാണ് മഹർഷിമാരുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കുണ്ടാവുക.